ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ചൂടുകാലം മാറി മഴ തുടങ്ങിയല്ലോ. എല്ലാവർക്കും ചൂട് മാറിയല്ലോ, സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടെ ഇരിക്കുകയാണല്ലോ. പക്ഷേ മഴക്കാലം കൊണ്ടുവരുന്നത് രോഗങ്ങൾ എന്തെല്ലാമാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ജലജന്യ രോഗങ്ങൾ അഥവാ വാട്ടർ ബോൺ ഡിസീസസ്. കണ്ടാമിനേറ്റഡ് പൊള്യൂട്ടഡ് വാട്ടറിൽ കൂടെ പകരുന്ന രോഗങ്ങൾ. അതിനെപ്പറ്റി വളരെയധികം ജാഗ്രത പേരൻസിനും കുട്ടികൾക്കും ഉണ്ടാകേണ്ടതാണ്. അതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വാട്ടർ ബോൺ ഡിസീസിനെ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു, പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് എന്തെല്ലാമാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് വാട്ടർ ബോൺ ഡിസീസസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ, പേര് പറയുന്ന പോലെ തന്നെ, വെള്ളത്തിൽ കൂടി പകരുന്ന അസുഖങ്ങളെയാണ് വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് കണ്ടാമിനേറ്റഡ് വാട്ടർ, പൊള്യൂട്ടഡ് വാട്ടർ, അല്ലെങ്കിൽ സ്റ്റാഗ്നൻറ്റ് വാട്ടർ, ട്രീറ്റ് ചെയ്യാത്ത അൺട്രീറ്റഡ് വാട്ടർ, ഇതിൽ കൂടെയെല്ലാം പകരുന്ന രോഗങ്ങളെയാണ് വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. അണുബാധയുള്ള വെള്ളമോ അല്ലെങ്കിൽ അണുബാധയുള്ള വെള്ളം കൊണ്ട് ഫുഡ് കുക്ക് ചെയ്യുന്നതോ തുടങ്ങിയ കാരണങ്ങളാലാണ് ഈ അസുഖങ്ങൾ പകരുന്നത്. ആരെയാണ് കൂടുതലും ഈ രോഗങ്ങൾ ബാധിക്കുന്നത്? പ്രധാനമായും കുട്ടികളെയാണ്. എന്തെന്നാൽ അവർക്ക് പ്രതിരോധശേഷി കുറവാണ്. അതുമാത്രമല്ല, ശുചിത്വത്തിനെ പറ്റി, അതായത് ഹൈജീനെ പറ്റി ചെറിയ കുട്ടികൾക്ക് വലിയ വിവരങ്ങളൊന്നുമില്ലല്ലോ. വാട്ടർ ബോൺ ഡിസീസിനെ നമ്മൾ പേടിക്കേണ്ടത് എന്തുകൊണ്ടാണ്? പ്രതിരോധിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മൾ ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. മാത്രമല്ല ചിലപ്പോൾ മരണ കാരണം തന്നെയാകാം. ഉദാഹരണത്തിന് വെള്ളം പോലെയുള്ള വയറിളക്കം, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, അതായത് വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ ചുരുക്കമായി കാണുന്ന കോളറ പോലെയുള്ള അസുഖങ്ങൾ, ഷിഗല്ല പോലെയുള്ള ഡിസെൻട്രി തുടങ്ങിയവ ശരിയായ ചികിത്സയും മെഡിക്കൽ കെയർ കിട്ടിയില്ലെങ്കിൽ വളരെ സീരിയസ് ആകുകയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവൻ മരണ കാരണമാകുകയും ചെയ്യാം. അതായത് ജീവൻ തന്നെ അപകടത്തിലായേക്കാം. എന്തെല്ലാമാണ് ഈ ജലജന്യ രോഗങ്ങളുടെ കാരണങ്ങൾ? എല്ലാ അസുഖങ്ങളെപ്പോലെ തന്നെ വൈറസസ്, ബാക്ടീരിയ, ഫംഗൈ, പാരസൈറ്റ്സ് തുടങ്ങിയവയെല്ലാം കാരണക്കാരാകാമെങ്കിലും വൈറസസും ബാക്ടീരിയയുമാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന അണുബാധ. അതുപോലെ തന്നെ ഇപ്പോൾ പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ, അതായത് സാധാരണ മഞ്ഞപ്പിത്തം, ഒരു വൈറൽ ഡിസീസ്, വൈറൽ ഇൻഫെക്ഷനാണ്. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. റോട്ടാ വൈറസ് എന്ന് പറഞ്ഞാൽ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നുണ്ടല്ലോ, അതൊരു വൈറൽ ഡിസീസ് തന്നെയാണ്. അത് തീരെ കൊച്ചുകുട്ടികൾക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് റോട്ടാ വൈറസ് ഡയറിയ വളരെ കുറവാണ്. എന്നാലും വേറെ ഒരുപാട് വൈറസുകൾ, ഈവൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഈവൻ കോവിഡ് വൈറസ് പോലും ഡയറിയ ഉണ്ടാക്കാം. ബാക്ടീരിയ ഇൻഫെക്ഷൻ, അതായത് ടൈഫോയിഡ്, കോളറ, ഷിഗല്ല, വേറെ പലതരത്തിലെ അണുക്കൾ കൊണ്ടുണ്ടാകുന്ന ഡിസെൻട്രി, ഇതെല്ലാം വാട്ടർ ബോൺ ഡിസീസസ് തന്നെയാണ്. പ്രോട്ടസോവ ഗ്രൂപ്പിൽപ്പെട്ട അസുഖങ്ങളാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അമീബി ഡിസെൻട്രി, അതേപോലെ തന്നെ ജിയാഡിയാസിസ്, ഇതെല്ലാം ഇൻഡസ്റ്റൈനിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് തന്നെയാണ്. എന്താണ് ഈ രോഗങ്ങളുടെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളെന്ന് നോക്കുകയാണെങ്കിൽ, ചെറിയ പനി ഉണ്ടാകാം. ഷിഗല്ല ഇൻഫെക്ഷൻ ചിലപ്പോൾ വളരെ ഹൈ ഗ്രേഡ് ഫീവറായിട്ട് വരാം. ഓക്കാനം, ഛർദി തുടങ്ങിയവ ഈ മഞ്ഞപ്പിത്ത രോഗത്തിൻ്റെയും ലക്ഷണങ്ങളാകാം. ഛർദിയായിട്ട് തുടങ്ങി കുറേ പ്രാവശ്യം ഛർദ്ദിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഡയറി ആയിട്ട്, വയറിളക്കമായിട്ട് തുടങ്ങുന്നത്. ആ വയറിളക്കത്തിൽ തന്നെ ഡിസെൻട്രി ആണെങ്കിൽ മലത്തിൻ്റെ കൂടെ ബ്ലഡ് കാണുന്നതാണ്. വയറ്റിൽ നിന്ന് പോകുമ്പോൾ ശക്തിയായിട്ട് വേദന, അതെല്ലാം ഡിസെൻട്രിയുടെ ലക്ഷണങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തമാണെങ്കിൽ മൂത്രത്തിന് മഞ്ഞ കളർ കാണാം, കണ്ണിന് നിറം കാണാം, വളരെയധികം തളർച്ച, ക്ഷീണം തുടങ്ങിയവയും അതിൻ്റെ ലക്ഷണങ്ങളാണ്. കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഛർദിലും വയറിളക്കം ഉള്ളപ്പോൾ ഡീഹൈഡ്രേഷൻ, അതായത് ശരീരത്തിൽ നിന്ന് വെള്ളം ഒരുപാട് പോവുകയും തിരിച്ച് നമ്മൾക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷനിലോട്ട് പോകും. അതിൻ്റെ ഒരു കോമണസ്റ്റ് എക്സാമ്പിളാണ് പണ്ട് എപ്പോഴും കണ്ടിരുന്ന കോളറ. അതിൽ കഞ്ഞിവെള്ളം പോലെ, റൈസ് വാട്ടർ സ്റ്റൂൾസ് എന്നാണ് പറയുന്നത്, കഞ്ഞിവെള്ളം പോലെ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി മലം പോവുകയും കുട്ടി പെട്ടെന്ന് ഡീഹൈഡ്രേഷനിലെത്തുകയും BP കുറയുകയും അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമാണ് നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ. ഇനി ഈ രോഗങ്ങൾ വരാതെ നോക്കേണ്ടതാണ് നമ്മളുടെ ലക്ഷ്യം. എങ്ങനെ ഈ രോഗങ്ങളെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. പേഴ്സണൽ ഹൈജീൻ, അതായത് ശാരീരികമായിട്ടുള്ള വൃത്തി, ഫുഡ് ഹൈജീൻ, ആഹാരം വളരെ വൃത്തിയായി കുക്ക് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുക. പരിസരശുദ്ധി, എൻവറോൺമെൻറ്റൽ ഹൈജീൻ, അതായത് പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അതായത് പേഴ്സണൽ ആൻഡ് എൻവറോൺമെൻറ്റൽ ഹൈജീൻ രോഗ പ്രതിരോധ ശേഷിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സംഗതിയാണ്. കുടിക്കുന്ന വെള്ളം, അതായത് ഡ്രിങ്കിങ് വാട്ടർ, ഏറ്റവും ഹൈജീനിക് ആയിരിക്കണം, ഏറ്റവും ശുദ്ധമായിരിക്കണം. വെള്ളത്തിൻ്റെ സോഴ്സ് അറിഞ്ഞിരിക്കണം. പൈപ്പ് ലൈൻ വാട്ടർ ആണെങ്കിൽ ക്ലോറിനേറ്റഡ് ആയിരിക്കും, വലിയ കുഴപ്പമില്ലായിരിക്കും. അതേസമയം കിണറ്റിലെ വെള്ളം എങ്കിൽ നല്ലവണ്ണം
ട്രീറ്റ് ചെയ്ത വെള്ളമാണോ, ശുദ്ധീകരിച്ച വെള്ളമാണോ കിണറ്റിൽ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. ഏത് വെള്ളമാണെങ്കിലും അത് ഏറ്റവും ബെസ്റ്റ് തിളപ്പിച്ചാറിച്ച വെള്ളം തന്നെയാണ്. ഇവയെ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ വെള്ളം തിളപ്പിക്കുന്നതിനെ പറ്റി എത്ര നേരം വെള്ളം തിളയ്ക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. വെള്ളം തിളച്ച് മറിഞ്ഞിട്ട് 1 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം ഏറ്റവും നല്ലത് 5 മിനിറ്റ് തിളപ്പിക്കുകയാണ്. തിളച്ച ഉടനെ നമ്മൾ സ്റ്റൗ ഓഫാക്കാതെ 1 മിനിറ്റോ 5 മിനിറ്റോ വരെ തിളപ്പിക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. എന്നിട്ട് അത് തണുപ്പിച്ച് വേണം കുടിക്കാൻ. അങ്ങനെയാണെങ്കിലേ മഞ്ഞപ്പിത്തം, അതായത് ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള വൈറസുകൾ നശിക്കുകയുള്ളൂ. കിണറ്റിലെ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശുദ്ധമാണോ എന്നുള്ളതും ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുമാണ്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. പൈപ്പിൽ എവിടെയെങ്കിലും ലീക്കുണ്ടോ, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ബാക്ക് ഫ്ലോ ഉണ്ടോ എന്നെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്ത് വെള്ളം കുടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ച് കുട്ടികളോട് നമ്മൾ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ടൂറ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒരു ലേക്ക്, അതായത് തടാകം കണ്ടാൽ, ഏതെങ്കിലും ഒരു നദിയിലെ വെള്ളം കണ്ടാൽ അതെല്ലാം ഒന്ന് കോരി കുടിക്കുക എന്നുള്ളത് ചെറിയ കുട്ടികളുടെയും വലിയ കുട്ടികളുടെയും ഒരു ഹരം തന്നെയാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നീന്തൽ പഠിക്കുന്ന കാലമാണല്ലോ കുട്ടികളെല്ലാം, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്വിം ചെയ്യുമ്പോൾ, അതായത് നീന്തുമ്പോൾ, ആ വെള്ളം കഴിയുന്നതും കുടിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല വെള്ളത്തിൽ മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. അത് മനസ്സിലാക്കി വേണം കുക്ക് ചെയ്യാനായിട്ട്. വാട്ടർബോൺ ഡിസീസ്, പ്രത്യേകിച്ച് ടൈഫോയിഡ്, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് തുടങ്ങിയ രോഗം വന്ന് ഉള്ളവരോ ജസ്റ്റ് മാറിയവരോ ഒരിക്കലും കുക്കിങ്ങിന് ഒരുമ്പെടരുത്. രോഗം ശരിക്കും മാറിയതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ ശ്രമിക്കാവൂ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് പകരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലവണ്ണം കഴുകി മാത്രം ഉപയോഗിക്കുക. കുട്ടികളുടെ ഡയപ്പർ മാറ്റിയതിന് ശേഷം, വാഷ്റൂം ഉപയോഗിച്ചതിന് ശേഷം, കുക്ക് ചെയ്യുന്നതിന് മുമ്പും കുക്ക് ചെയ്ത് കഴിഞ്ഞും കൈകൾ എപ്പോഴും സോപ്പും വെള്ളവും ഒഴിച്ച്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, 20 സെക്കൻഡ് തന്നെ കഴുകേണ്ടത് ഈ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ഉള്ള പ്രധാന ഒരു മാർഗ്ഗമാണ്. നമ്മൾ കൈ കഴുകുന്നതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ കൈയും, പ്രത്യേകിച്ച് 6 മാസം കഴിഞ്ഞ കുട്ടികൾ എപ്പോഴും കൈ വായി വയ്ക്കുന്ന ശീലമുള്ളവരാണല്ലോ, അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൈയും ഇടയ്ക്കിടയ്ക്ക് കഴുകിയാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കും. കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ, പെറ്റ്സിനോട് വളരെ താല്പര്യമുള്ള കുട്ടികളാണല്ലോ, പ്രത്യേകിച്ച് പട്ടി, പൂച്ച തുടങ്ങിയ പെറ്റ്സിനെ ചില കുട്ടികൾക്ക് വളരെ ജീവനാണ്. അവരെ തൊട്ട് തലോടുകയും, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ കൈ വൃത്തിയായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോപ്പും വെള്ളമിട്ട് കഴുകണമെന്നുള്ള കർശന നിർദ്ദേശം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതുമാണ്. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈ വൃത്തിയായി കഴുകുക മാത്രമല്ല, ശരിയായ രീതിയിൽ ഫ്ലഷ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. പാല് നല്ലവണ്ണം തിളപ്പിക്കുക. ഏറ്റവും നല്ലത് പാസ്ചറൈസ്ഡ് മിൽക്ക് തന്നെയാണ്. മാംസാഹാരങ്ങൾ, മീറ്റ് നല്ലവണ്ണം കുക്ക് ചെയ്ത് തന്നെ ഉപയോഗിക്കേണ്ടതാണ്. പാത്രത്തിൽ വെള്ളം മാത്രമല്ല, ഏത് ഫുഡും നല്ല പാത്രത്തിൽ മാത്രം സ്റ്റോർ ചെയ്യുക. നല്ലവണ്ണം കവർ ചെയ്ത് വയ്ക്കുക. കുക്ക് ചെയ്ത ഫുഡ് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുന്നോ അത്രയും നല്ലത്. കഴിയുന്നതും 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അണുബാധയില്ലാതെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കഴിയുന്നതും പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്ട്രീറ്റ് ഫുഡും ഡ്രിങ്ക്സും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ കൂടെയെല്ലാം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള കാര്യം. ഐസിട്ട് ഉള്ള ഡ്രിങ്ക്സ് വീട്ടിൽ നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ ഐസ് ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് വേണമെങ്കിൽ വല്ലതിലും മഴക്കാലത്ത് ഇപ്പോൾ ഐസിൻ്റെ ഉപയോഗം അത്യാവശ്യമായി വരുന്നില്ലല്ലോ. അതേസമയം പുറത്തുനിന്നുള്ള ഐസ്ഡ് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പാടില്ല. ഐസിൻ്റെ ഹൈജീനിക്കായിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അത് കുട്ടികളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് സാലഡ്. ഷിഗല്ല ഡിസെൻട്രി വരാനുള്ളൊരു പ്രധാന കാരണം സാലഡ് നിന്നാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് കഴിക്കുന്ന സാലഡ് അത് ഹൈജീനിക്കായിട്ടല്ല കട്ട് ചെയ്യുന്നതെങ്കിൽ ഷിഗല്ല ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാര്യങ്ങളെല്ലാം പേഴ്സണൽ ഹൈജീൻ, സേഫ് വാട്ടർ, സേഫ് ഫുഡ്, എൻവിറോൺമെൻറ്റൽ ഹൈജീൻ തുടങ്ങിയവ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ വാട്ടർബോൺ ഡിസീസ് നമുക്ക് പ്രതിരോധിക്കാം. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഇത് മാത്രം പോരല്ലോ, വാക്സിനേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 6 വീക്സിൽ കൊടുക്കുന്ന റോട്ടാ വൈറസ് എന്ന വാക്സിൻ, റോട്ടാ വൈറസ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് വരാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അത് ഗവൺമെൻറ് ഈ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം അങ്ങനെയുള്ള ഡയറിയ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ജർമ്മനി മീസിൽസ്, MMR എന്ന വാക്സിനിലുള്ള മീസിൽസ് കൊണ്ടും അതും ഇപ്പോൾ വളരെ അൺകോമൺ ആയിട്ടാണ് കാണുന്നത്. അതും വയറിളക്കം വരാൻ സാധ്യതയുള്ളൊരു അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് വാക്സിനേഷൻ ഉണ്ട്. 1 വയസ്സ് ആയ കുട്ടികൾക്കും പിന്നെ 6 മാസം കഴിഞ്ഞ്, അങ്ങനെ 2 ഡോസാണ് അത് കൊടുക്കുന്നത്. ഗവൺമെൻറ്റിൽ അതിൻ്റെ സപ്ലൈ ഇല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം അത് ലഭ്യമാണ്. പിന്നെ ടൈഫോയിഡ് വാക്സിനും 9 മാസം കഴിഞ്ഞ് 9 തൊട്ട് 12 മാസം വരെയുള്ള
പ്രായങ്ങളിലാണ് അത് എടുക്കുന്നത്. കോളറ വാക്സിൻ സാധാരണ കോളറ ഒരു എപ്പിഡമിക്കായിട്ട് വരുമ്പോൾ ആ ഏരിയയിലെല്ലാം കോളറ വാക്സിൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർബോൺ ഡിസീസ് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കുകയും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സേഫ് വാട്ടറും സേഫ് ഫുഡും പേഴ്സണൽ ഹൈജീനും എൻവറോൺമെൻറ്റൽ ഹൈജീനും എല്ലാം പരിപാലിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.